ഹലോ ഫ്രണ്ട്സ്, എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വരാനിരിക്കുന്ന BFO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സ്പെഷ്യൽ ടോപ്പിക്. ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ വളരെ കൂടുതൽ സാധ്യതയുള്ളതും സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ഒരു ഘടന എങ്ങനെയായിരിക്കും എന്നുള്ളതുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ശ്രദ്ധയോടുകൂടി ക്ലാസ് കാണുക. ക്ലാസ്സിൽ നമ്മൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളും കൃത്യമായി ശ്രദ്ധിച്ചിരിക്കുക തന്നെ ചെയ്യുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. BFOയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ക്ലാസ് ശ്രദ്ധിക്കുക. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പൂച്ച വിഭാഗത്തിൽപ്പെടുന്ന 7 വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിനായി 2023 IBCA എന്ന അന്താരാഷ്ട്ര പ്രസ്ഥാനത്തിന് രൂപം നൽകിയ രാജ്യം ഏതാണ്? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഇതിൽ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി 4 പേരുകൾ തന്നിട്ടുണ്ട്. 4 രാജ്യങ്ങളുടെ പേരുകളാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്നും ഈ ഒരു ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ശരിയായിട്ട് വരുന്ന ഉത്തരമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പം ശ്രദ്ധിക്കുക, ഉത്തരം ഓപ്ഷൻ ഡിയിൽ പറയുന്ന ഇന്ത്യ ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, അപ്പൊ പഠിക്കുക. പൂച്ച വിഭാഗത്തിൽപ്പെടുന്ന 7 വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിനായി 2023 IBCA എന്ന അന്താരാഷ്ട്ര പ്രസ്ഥാനത്തിന് രൂപം നൽകിയ രാജ്യം, ഇന്റർനാഷണൽ ഓർഗനൈസേഷന് രൂപം നൽകിയ രാജ്യം ഇന്ത്യയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് IBCA എന്ന് നമുക്ക് നോക്കാം. IBCA സ്റ്റാൻഡ്സ് ഫോർ ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. IBCA സ്റ്റാൻഡ്സ് ഫോർ ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. IBCAയുടെ ആസ്ഥാനം എവിടെയാണെന്ന് പഠിച്ചു വെക്കുക. IBCAയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. IBCAയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് എന്ന കാര്യം ഓർക്കുക. നമ്മൾ പറഞ്ഞു 7 വന്യമൃഗങ്ങൾ. 7 വന്യമൃഗങ്ങൾ നോക്കി, ഏതൊക്കെയാണ് ആ വന്യമൃഗങ്ങൾ? സിംഹം, കടുവ, ചീറ്റ, ചീറ്റപ്പുലി, ഹിമപ്പുലി, ജാഗ്വാർ, പ്യൂമ എന്നീ പൂച്ച വിഭാഗത്തിൽ അല്ലെങ്കിൽ മാർജാര വിഭാഗത്തിൽപ്പെടുന്ന 7 വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിനായിട്ടുള്ള IBCA. എന്താണ് IBCA എന്ന് പറഞ്ഞാൽ? ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് രൂപീകരിച്ചു. 2025 IBCAയുടെ പ്രഥമ സമ്മേളനം നടന്നത് എവിടെയെന്ന് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിച്ചാൽ ഓർത്തു വെച്ചിരിക്കുക. അതും ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ന്യൂഡൽഹിയിൽ തന്നെ വെച്ചിട്ടാണ്. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദർ യാദവ് ആണ് IBCAയുടെ നിലവിലെ അധ്യക്ഷൻ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. പശ്ചിമഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ വിളിക്കുന്നത് വെസ്റ്റേൺ ഗട്ട്സ് എന്നാണ്. ഓപ്ഷൻ എയിൽ പറയുന്നു ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നു. ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നു എന്ന് പറയുന്നു. ഗുജറാത്തിലെ താപ്തി മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ പശ്ചിമഘട്ടം വ്യാപിച്ചിരിക്കുന്നു. പശ്ചിമഘട്ടം കൂടുതൽ ദൂരം കടന്നു പോകുന്നത് കർണാടകയിലും പശ്ചിമഘട്ടം ഏറ്റവും കുറച്ച് ദൂരം കടന്നു പോകുന്നത് ഗോവയിലൂടെയും ആണ് എന്ന് പറയുന്നു. ഇനി ഓപ്ഷൻ ഡിയിൽ പറയുന്നു ഈ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഉത്തരത്തിലേക്ക് നമുക്ക് പോവാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ശരിയാണ്. ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്, പുതിയ രീതിയിലേക്ക് സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റിയെന്ന് മാത്രം. നെക്സ്റ്റ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോകാം. ഏതൊക്കെയാണ് 6 സംസ്ഥാനങ്ങളെന്ന് നമുക്ക് നോക്കാം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് പശ്ചിമഘട്ടം വ്യാപിച്ചിരിക്കുന്നത്. അതുകൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാമൻ, ദിയു, പോണ്ടിച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും പശ്ചിമഘട്ടം കടന്നു പോകുന്നു. ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത്രയും ഭാഗമാണ് നമ്മുടെ കേരളം. കേരളത്തിന്റെ ഭാഗത്തുകൂടി പിന്നീട് കർണാടകം, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഇത്രയും സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് നമുക്ക് അറിയപ്പെടുന്ന പ്രദേശം കടന്നു പോകുന്നത്. മറന്നു പോകരുത്, ശ്രദ്ധിച്ചോർത്ത് വെച്ചിരിക്കുക.
നെക്സ്റ്റ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചു വായിക്കുക. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. മരങ്ങൾ ആധിപത്യം പുലർത്തുന്ന ഒരു പ്രദേശമാണ് വനം. മരങ്ങളും കുറ്റിച്ചെടികളും ഔഷധ സസ്യങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് വനം. ശ്രദ്ധിക്കുക, ശരിയായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന കാര്യം മറക്കരുത്. FAO പ്രകാരമുള്ള വനത്തിന്റെ നിർവചനം 20% വിസ്തീർണവും 0.5 ഹെക്ടറിലധികം വിസ്തൃതിയുമുള്ള മരങ്ങളാൽ മൂടപ്പെട്ട പ്രദേശം എന്നാണ്. 4 പാളികളായാണ് വനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ 3 സ്റ്റേറ്റ്മെന്റുകളുണ്ട്. 3 സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ വായിച്ചു. ഓപ്ഷനിലേക്ക് പോകുന്നു. ഇതാണ് ഓപ്ഷൻ. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. ഒന്നാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് തെറ്റിപ്പോയത്. ഈ പറയുന്ന രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റിപ്പോയത്. എവിടെയാണ് തെറ്റിപ്പോയത്? ഈ 20 എന്ന് പറയുന്ന ഈ ഒരു സംഖ്യയ്ക്ക് പകരം അവിടെ വരേണ്ടത് 10% എന്നായിരുന്നു. അവിടെയാണ് തെറ്റിപ്പോയത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. FAO പ്രകാരമുള്ള വനത്തിന്റെ നിർവചനം ശ്രദ്ധിക്കുക. 10%-ലധികം വിസ്തീർണവും 0.5 ഹെക്ടർ, അതവിടെ ശരിയായിരുന്നു. ഹെക്ടറിലധികം വിസ്തൃതിയുള്ള മരങ്ങളാൽ മൂടപ്പെട്ട പ്രദേശം. ഇനി നമ്മൾ പറഞ്ഞു 4 പാളികളായാണ് വനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞു. അപ്പൊ ആ 4 പാളികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. ഒന്നാമത്തത്, വൃക്ഷമേലാപ്പിന്റെ സാന്ദ്രത 70%-ഓ അതിൽ കൂടുതലോ ഉള്ള വനങ്ങളാണെങ്കിൽ അതിനെ ഡെൻസ് ഫോറസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, വൃക്ഷമേലാപ്പിന്റെ സാന്ദ്രത 70%-ഓ അതിൽ കൂടുതലോ ഉള്ള വനങ്ങളാണെങ്കിൽ അതിനെ നമ്മൾ ഡെൻസ് ഫോറസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ വിഭാഗത്തിൽ വൃക്ഷമേലാപ്പിന്റെ സാന്ദ്രത 40%-നും 70%-നും ഇടയിലാണെങ്കിൽ ഇത് മോഡറേറ്റ്ലി ഡെൻസ് ഫോറസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വൃക്ഷമേലാപ്പിന്റെ സാന്ദ്രത 10% മുതൽ 40% വരെ ആണ് എങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് ഓപ്പൺ ഫോറസ്റ്റ് എന്ന്. നെക്സ്റ്റ് ലാസ്റ്റ്, വൃക്ഷമേലാപ്പിന്റെ സാന്ദ്രത 10%-നും താഴെയാണെങ്കിൽ അതിനെ സ്ക്രബ്സ് അഥവാ കുറ്റിക്കാട് എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 4 പാളികളായി വനങ്ങളെ നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ എക്സ്പ്ലനേഷൻ. ഇനി നോക്കി അടുത്ത ക്വസ്റ്റ്യൻ. CITES അപ്പൻഡിക്സ് 1, 2, 3 എന്നിവയിൽ ഉൾപ്പെട്ട വിദേശ ഇനം ജീവികളെ ഡാഷ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് സ്വകാര്യ വ്യക്തികൾക്ക് വളർത്താൻ അനുവാദമുണ്ട്. ഏതാണ് ആ വെബ്സൈറ്റ് എന്നാണ് ചോദ്യം. നോക്കിക്കോ, ഓപ്ഷൻ A, B, C, D. ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നില്ല, ശരി ഓപ്ഷൻ മാത്രം നിങ്ങൾ കേട്ടാൽ മതി. ഓപ്ഷൻ A, പരിവേഷ് എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് ഇതിനെ രജിസ്റ്റർ ചെയ്ത് സ്വകാര്യ വ്യക്തികൾക്ക് വളർത്താൻ അനുവാദമുള്ളത്. അങ്ങനെയെങ്കിൽ ആ വെബ്സൈറ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഇതൊക്കെ PYQs ആണ്. അപ്പൊ അതിന്റെ റിലേറ്റഡ് ഫാക്ട് പഠിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയേ, എന്താണ് ഈ വെബ്സൈറ്റിന്റെ പ്രത്യേകത? പരിവേഷ് കേന്ദ്ര സംസ്ഥാന ജില്ലാതല അധികാരികളിൽ നിന്നും പരിസ്ഥിതി, വനം, വന്യജീവി, സമുദ്രതീര മേഖല അനുമതികൾ CRZ ക്ലിയർനെസ് നേടുന്നതിനായി വ്യക്തികൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും നിരീക്ഷിക്കാനുമുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന പരിവേഷ്. CITES അപ്പൻഡിക്സ് 1, 2, 3 എന്നിവയിൽ ഉൾപ്പെട്ട വിദേശ ഇനം ജീവികളെ പരിവേഷ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് സ്വകാര്യ വ്യക്തികൾക്ക് വളർത്താൻ അനുവാദമുണ്ട്. ഓക്കെ, രജിസ്റ്റർ ചെയ്ത് എന്ത് ചെയ്യാൻ അനുവാദമുണ്ട്? വളർത്താനുള്ള അനുവാദം ഉണ്ട്. അപ്പൊ ഈ വെബ്സൈറ്റിനെ കുറിച്ച് പഠിച്ചു വെച്ചിരിക്കണം. പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് 2023 ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ് 2023 പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. ഇന്ത്യയുടെ വനവിസ്തീർണം 21.76% ആണ്. ഇന്ത്യയുടെ ആകെ വനവിസ്തൃതിയിൽ 25.17% വനങ്ങളും വൃക്ഷങ്ങളും ഉൾക്കൊള്ളുന്നു. FSI റിപ്പോർട്ട് 2021 താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ വനവിസ്തൃതിയിൽ 2023 റിപ്പോർട്ടിൽ വർധന ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. FSI റിപ്പോർട്ട്, FSI എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് 2 വർഷം കൂടുമ്പോഴാണ്. ഈ 3, 1, 4 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചു. ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ ജോലി. ഓപ്ഷനിലേക്ക് പോവാം.
ഓപ്ഷൻ എ, ബി, സി, ഡി ഇതുപോലുള്ള ഓപ്ഷൻസ് നിങ്ങൾ കാണുന്നതാണ്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള മുഴുവൻ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, നാലാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത അതിന്റെ ഒരു ചോദ്യത്തിലേക്ക് പോവാം. ആറാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ദേശീയ വന്യജീവി ബോർഡുമായി നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതി പ്രകാരം 2003 NBWL രൂപീകരിച്ചു. NBWL അതായത് NBW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ദേശീയ വന്യജീവി ബോർഡ്, നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ്. ഓക്കെ, NBL ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. NBWL അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. NBWL ഉപാധ്യക്ഷൻ പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണ്. 4 സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ശരിയായ ഉത്തരം അല്ലെങ്കിൽ ശരിയായ പ്രസ്താവന ഇതാണ്. ഓപ്ഷൻസ് ഓപ്ഷൻ എ, ബി, സി, ഡി. ഇവിടെയും നമുക്ക് പറയാം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്ന പ്രസ്താവനയാണ് അല്ലെങ്കിൽ എന്ന ഓപ്ഷനാണ് ശരിയായിട്ട് വരുന്നത്. ഇവിടെ നോക്കിയേ, വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതി പ്രകാരം 2003 NBWL രൂപീകരിക്കപ്പെട്ടു. ശരിയാണ്. NBWL ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ശരിയാണ്. NBWL അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ശരിയാണ്. NBWL ഉപാധ്യക്ഷൻ പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണ്. ഇവിടെ NBWL എന്ന് പറഞ്ഞാൽ ദേശീയ വന്യജീവി ബോർഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഏഴാമത്തെ ചോദ്യം, പങ്കാളിത്ത വനപരിപാലന സംവിധാനത്തിന്റെ ഘടകമായിട്ടുള്ളത്. പങ്കാളിത്ത, ജനങ്ങളെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് വനങ്ങൾ പരിപാലിക്കുക എന്ന പദ്ധതിയുടെ സംവിധാനത്തിന്റെ ഘടകമായിട്ടുള്ളത് സംസ്ഥാന വനം വകുപ്പ്, വന സംരക്ഷണ സമിതി, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഓപ്ഷൻസ് എ, ബി, സി, ഡി. ഇവിടെയും ഇവയെല്ലാം എന്നുള്ളതാണ് ശരി. ഇതൊക്കെ നിങ്ങൾ വർക്ക് ചെയ്ത് പഠിച്ചിട്ടുള്ളവരാണെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. ഇനി പങ്കാളിത്ത വനപരിപാലനം മേൽ പറഞ്ഞിട്ടുള്ള 3 ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ത്രികോണ സംവിധാനമാണ്. ആ പറഞ്ഞ 3 ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന കാര്യം നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? സംസ്ഥാന വനം വകുപ്പ്, വന സംരക്ഷണ സമിതി, പട്ടികജാതി പട്ടികവർഗ വികസന ബോർഡ്. ഇതാണ് പങ്കാളിത്ത വനപരിപാലന സംവിധാനത്തിന്റെ ഘടകങ്ങൾ. നെക്സ്റ്റ്, പാമ്പ് വിഷബാധ മരണരഹിത കേരളം എന്ന ലക്ഷ്യത്തോടെ പാമ്പുകടിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്കൂളുകളിൽ വനം വകുപ്പ് മുഖേന നടത്തുന്ന ബോധവൽക്കരണ പരിപാടി. ഓപ്ഷൻസ് കാണുന്നുണ്ട്. ശരിയായ ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. സർപ്പപാഠം എന്നാണ്. സർപ്പപാഠം. അപ്പൊ പാമ്പ് വിഷബാധ മരണരഹിത കേരളം എന്ന ലക്ഷ്യത്തോടെ പാമ്പുകടിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്കൂളുകളിൽ വനം വകുപ്പ് മുഖേന നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയാണ് സർപ്പപാഠം. സർപ്പപാഠം. ഇനി പാമ്പുകടി, വിഷബാധ എന്നിവയുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? പാമ്പുകടി, അതിന്റെ വിഷബാധ എന്നിവയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വനവകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഓപ്ഷൻ ബിയിൽ സർപ്പ. ഇതാണ് ആ ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ. അപ്പൊ സർപ്പപാഠം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു. സർപ്പപാഠം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പാമ്പുകടി വിഷബാധ മരണരഹിത കേരളം എന്ന ലക്ഷ്യത്തോടെ പാമ്പുകടിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്കൂളുകളിൽ വനം വകുപ്പ് മുഖേന നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയാണ് സർപ്പപാഠം. അതിനുശേഷം സർപ്പ എന്താണ്? ഇതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. പാമ്പുകടിയുമായിട്ടും വിഷബാധയുമായും ബന്ധപ്പെട്ട കാര്യങ്ങളെ പറയുന്നത്. നെക്സ്റ്റ്, വനം വകുപ്പിന്റെ സർപ്പ മൊബൈൽ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡർ പഠിച്ചു വെച്ചോളുക, ടൊവിനോ തോമസ് ആണ്. വനം വകുപ്പിന്റെ സർപ്പ മൊബൈൽ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ടൊവിനോ തോമസ് ആണ്. നെക്സ്റ്റ്, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 10ാമത്തത്, AI അധിഷ്ഠിത വനപരിപാലന സംവിധാനം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം എന്ന ബഹുമതി 2025 ഏപ്രിൽ കരസ്ഥമാക്കിയ സംസ്ഥാനം. AI അധിഷ്ഠിത വനപരിപാലന സംവിധാനം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം എന്ന ബഹുമതി 2025 ഏപ്രിൽ കരസ്ഥമാക്കിയ സംസ്ഥാനം. ഓപ്ഷൻ എ, ബി, സി, ഡി. ശരി ഉത്തരം മധ്യപ്രദേശ് ആണ്. അപ്പം മധ്യപ്രദേശിന് ഒരു പ്രത്യേകത കറന്റ്ലി ഉണ്ടായി. എന്താ അത്? AI അധിഷ്ഠിത വനപരിപാലന സംവിധാനം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം എന്ന ബഹുമതി 2025 ഏപ്രിൽ കരസ്ഥമാക്കിയ സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ് ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു
വിലയിരുത്തൽ നടത്തിയതുമായ ചോദ്യങ്ങളാണ്. അപ്പൊ കൃത്യമായിട്ട് ഇത് നിങ്ങൾ പഠിക്കുക. അപ്പൊ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അതുപോലെ തന്നെയുള്ള ചോദ്യങ്ങളായിരിക്കും എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പൊ ഫോഴ്സിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവര് പഠിച്ചു വന്ന ആ ഒരു ഫ്ലോയിൽ നമ്മുടെ മുന്നിലേക്ക് വന്ന ഒരു എക്സാം ആയിരുന്നു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. ഇതിന് ശേഷം ഇനിയും ഫോഴ്സിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരു സന്തോഷകരമായ ഒരു കാലഘട്ടം തന്നെയാണ്. അതായത് വരാനിരിക്കുന്ന CPO, ഫയർമാൻ, എക്സൈസ്, അതുപോലെ തന്നെ പ്രിസണർ ഓഫീസർ തുടങ്ങിയ പരീക്ഷകൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വന്നതും വരാനിരിക്കുന്നതുമായിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ വേണ്ടി, അതായത് ഇപ്പൊ പഠിച്ചു വന്ന അതേ ആ ഒരു ഫ്ലോയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് വരാനിരിക്കുന്ന എക്സാമുകളിൽ നല്ല ഒരു റാങ്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇതിനുവേണ്ടിയുള്ള ബാച്ചുകൾ നിലവിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ആ പഠനം കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവുക. അപ്പൊ എക്സാമുകൾക്ക് ഒരു നല്ല റിസൾട്ട് എന്ന ആ ഒരു സ്വപ്നം നമുക്ക് നേടിയെടുക്കണം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള ഭാഗങ്ങളുമായിട്ട് ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിലും വരാം. അപ്പം എല്ലാവർക്കും താങ്ക്സ്.